ഏലത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ വർഷം മൊത്തം നമുക്ക് വിളവ് കിട്ടുവാണ്. കാരണം വെച്ചാൽ ഇതിനിപ്പം ഇപ്പൊ എടുത്തു, പിന്നെ ഒരു 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും എടുക്കുന്നു, കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോൾ വീണ്ടും എടുക്കുന്നു. ഏകദേശം വിളവില്ലാതെ വരുന്നത് ഒരു 3 മാസ കാലയളവേ ഉള്ളൂ. നമുക്കൊരു 40-45 ദിവസത്തിനുള്ളിൽ എടുക്കാം, വിളവെടുക്കാം ഇതുണ്ടായി കഴിഞ്ഞാൽ അല്ലെ. പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ വെള്ളത്തൂവൽ പഞ്ചായത്തിൽ ആനച്ചാൽ പുത്തമ്പുരയിൽ ഷൈജു വിനോദ് എന്ന കർഷക സഹോദരന്മാരുടെ അടുത്താണ്. നമുക്ക് ഇവരുടെ കൃഷി രീതികളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇപ്പൊ ഈ നിങ്ങൾ പറയാൻ നിൽക്കുന്ന പുളിയല്ലേ, കുടംപുളി? ഇത് നിറച്ച് കായ്ച്ചിട്ടുണ്ട്. അതെന്താ അതിന്റെ പ്രത്യേകത? അത് നമ്മുടെ ഇവിടുത്തെ ഈ ഹൈറേഞ്ചിന്റെ ഒരു കാലാവസ്ഥയുടെ ഇതാണ്. കാരണം വെച്ചാൽ നമ്മള് ഈ നിറച്ച് കായ്ക്കുന്നത്. കാരണം വെച്ചാൽ നമ്മുടെ കുറെ പുളികളുണ്ട്, 5-8 പുളികൾ നമുക്കുണ്ട്. എല്ലാ പുളികളും നമ്മുടെ നല്ല വിളവാണ് ഉണ്ടായിരിക്കുന്നത്. എല്ലാ വർഷവും ഇത് നല്ലപോലെ കായ്ക്കുന്നതാണ്. ഈ സ്ഥലത്ത് വേറെ എന്തെല്ലാം കൃഷികളാണ് ചെയ്തിരിക്കുന്നത്? ഈ ഇതിനകത്ത് നമ്മള് ജാതിയുണ്ട്, ഗ്രാമ്പു ഉണ്ട്. പിന്നെ വെച്ചാൽ മെയിനായിട്ട് നമ്മൾ ഏലമാണ്. ഏലം താഴത്തോട്ട് നമ്മൾ 2 ഏക്കറോളം സ്ഥലത്ത് ഏലമാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്കെന്ന് വെച്ചാൽ റംബുട്ടാനുണ്ട്. പിന്നെ നമ്മൾ അത്യാവശ്യം പച്ചക്കറി കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. പാവയ്ക്കയും പടവലങ്ങ, അങ്ങനെ പയറ്, ബീൻസ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ വാഴയുണ്ട്, അതുപോലെ കപ്പളമാണേലും കൊടിയുണ്ട്. ഒരു മിക്സഡ് രീതിയിലാണ് ഏല നമ്മൾ ചെയ്തിരിക്കുന്നത്. കാരണം കൊക്കോയുണ്ട്, കൊക്കോയ്ക്കാണേലും നല്ല വിലയുണ്ട്. അതുപോലെ തന്നെ വെച്ചാൽ നമുക്ക് റംബുട്ടാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വെച്ചാൽ നമ്മൾ ഷുഗറിന്റെ ഒരു മരുന്നായ നമ്മുടെ മക്കോട്ട-ദേവ് എന്ന് പറയുന്ന ഒരു ചെടിയും നമ്മൾ ഈ കൂടെ ചെയ്യുന്നുണ്ട്. അതും നമുക്ക് നല്ല ബെനിഫിറ്റ് ആണ്. കാരണം വെച്ചാൽ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതിന്റെ മെയിൻ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ അളിയനാണ്, തൊടുപുഴയുള്ള സജിമോൻ എന്ന് പറയും. അദ്ദേഹം വലിയ ഫാമൊക്കെ ആയിട്ട് നടത്തുന്നതാണ്. ഇതിന്റെ മാർക്കറ്റ് മൊത്തം ചെയ്യുന്നത് അവിടെയാണ്. പിന്നെ നമ്മളെന്ന് വെച്ചാൽ ഏലം, കുരുമുളക്, കാപ്പി എല്ലാം നമ്മളിവിടെ തന്നെ കൊടുക്കും. പിന്നെ കൃഷിയുടെ കാര്യങ്ങളെല്ലാം മൊത്തം നോക്കുന്നത് ചേട്ടനാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തി കൊണ്ടുപോകുന്നത്. കാരണം ഞാനൊരു ചെറിയ സൂപ്പർ മാർക്കറ്റൊക്കെ ആയിട്ട് ടൗണിൽ ബിസിനസ് ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ചേട്ടനാണ്. നമ്മുടെ സപ്പോർട്ടുണ്ട്. മൂന്നാറിനെ സംബന്ധിച്ച് ഒരു ടൂറിസം മേഖലയാണ്. നിങ്ങളെ വീടിന് ചുറ്റും നിന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും റിസോർട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. നമ്മൾ ചുറ്റിനും റിസോർട്ടുകൾ. അതുപോലെ നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞിട്ട് തന്നെ കാണാൻ വെച്ചാൽ കപ്പൽ രീതിയിലാണ് നമ്മുടെ ഒരു റിസോർട്ട് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വെച്ചാൽ നമുക്ക് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്തിരിക്കുന്നതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് അത് സ്വകാര്യ മേഖല ചെയ്തിരിക്കുന്നതാണ്. ഗ്ലാസ് ബ്രിഡ്ജ് ഏകദേശം നല്ല ജനങ്ങൾ ഇപ്പോൾ വന്ന് അതിൽ കയറിയിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ ആനച്ചാലിൽ സ്ഥിതി ചെയ്യുന്ന മൂന്നാർ ഗ്ലാസ് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സിപ്പ് ലൈനുണ്ട്. പിന്നെ അഡ്വഞ്ചർ പാർക്ക്, വണ്ടർ വാലി എന്ന് പറഞ്ഞൊരു പാർക്ക് വഴിയുണ്ട്. വണ്ടർ വാലി പാർക്കാണ് നമ്മൾ ആനച്ചാലിൽ ആദ്യമായിട്ട് വന്നത്. അതോടനുബന്ധിച്ച് ഇഷ്ടംപോലെ പാർക്കുകൾ വേറെ വരികയും ഈ ടൂറിസം മേഖലയാണ് മെയിനായിട്ട് ഇവിടെ. ഇതുപോലെ ടൂറിസം മേഖലയായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ കൃഷി മാത്രം ശ്രദ്ധിക്കുന്നത്? നിങ്ങൾക്കും ഈ ഫാം ടൂറിസം ഒക്കെ ചെയ്യാൻ പറ്റായിരുന്നോ? ഫാം ടൂറിസത്തെ കുറിച്ച് ഞങ്ങൾ ചിന്തിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ ഈ സ്ഥലം കാരണവന്മാരായിട്ട് ഞങ്ങൾക്ക് പതിച്ച് കിട്ടിയിരിക്കുന്നതാണ്. അപ്പൊ ഇതിനകത്ത് വെച്ചാൽ 5 ഏക്കറോളം സ്ഥലങ്ങളുണ്ട്. അതിനകത്ത് ഞങ്ങൾ ചിലപ്പം ഒരു A4 പോലെ ചെറിയ ചെറിയ കോട്ടേജുകൾ പണിയാനുള്ള ഒരു പ്ലാനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. A4 ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഈ കൃഷി കാര്യങ്ങളൊന്നും നശിപ്പിച്ച് കളയണ്ട. കാരണം ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ട് രീതിയിൽ ചെയ്താൽ മതി. കാരണം ഇതിപ്പം ഗസ്റ്റുകൾ കൂടുതൽ ഈ A4 പോലെയുള്ള കോട്ടേജുകളിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നുണ്ട്. കാരണം അവർക്ക് ഈ ഒരു സ്പൈസസ് അകത്ത് കിടക്കാനുള്ള ഒരു അന്തരീക്ഷവും കാര്യങ്ങളും എല്ലാം അവർക്ക് കിട്ടും. അതിവിടെ ഭയങ്കരമായിട്ട് ഡെവലപ്പായി വരുന്ന വിജയിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ. എന്നാലും ഈ സ്ഥലത്ത് വന്നു കഴിഞ്ഞപ്പം നമ്മുടെ കണ്ണിനൊക്കെ ഒരു കുളിർമ ഏകുന്ന, അതായത് ഇപ്പൊ ഇത് കണ്ടില്ലേ, ഇപ്പൊ നിങ്ങൾ തൊട്ട് പറയാൻ നിൽക്കുന്ന പുളി, അത് കാഴ്ച നിൽക്കുന്നത് കാണുമ്പോൾ എന്തൊരു രസമാണ്. ജാതിക്കാന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള ജാതിക്കായും ജാതി നിറച്ച്. ഇതിപ്പം ജാതിക്കയുടെ സീസൺ കഴിഞ്ഞു, തീരുന്ന ഭാഗമാണ്. അതോടൊപ്പം ഇത് കണ്ടോ, കുരുമുളക്, അതുപോലെ ഏലം, കൊക്കോ, പ്ലാവ്. എനിക്കിത് പ്ലാവല്ലേ? ഇത് പ്ലാവല്ലേ? മുരിക്കയിലാണ് കുരുമുളക് കയറ്റി വിട്ടേക്കുന്നത് അല്ലേ? അതെ. കുരുമുളക് കായ്ച്ചു തുടങ്ങുന്നുള്ളൂ. കുരുമുളക് കായ്ച്ചു തുടങ്ങുന്നുള്ളൂ. ജാതിയുടെ എല്ലാം വിളവെടുപ്പ് കഴിയാറായത് അല്ലെ? വിളവെടുപ്പ് എന്ന് വെച്ചാൽ ഒരു മാസം കൂടെ തന്നെ മാക്സിമം കാണത്തുള്ളൂ. ജാതിക്കായ്ക്ക് നല്ല വിലയില്ലേ? ജാതിക്കായ്ക്ക് നല്ല വിലയുണ്ട്. ഇപ്രാവശ്യം വെച്ചാൽ നമുക്ക് ഒരിക്കലും കിട്ടാത്ത വില ഇപ്രാവശ്യം കിട്ടുന്നുണ്ട്. കാരണം വെച്ചാൽ 420 മുതൽ 450 രൂപ വരെ നല്ല മുഴുത്ത കായ്ക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ജാതിയുടെ കായ്ക്കൊക്കെ നമുക്ക് 450 രൂപ വരെ കിലോയിൽ കിട്ടുന്നുണ്ട്. ഇത് നനയ്ക്കാനുള്ള സൗകര്യം ഉണ്ടോ നമുക്കിവിടെ? നനയ്ക്കാൻ നമുക്ക് താഴെ വെള്ളമുണ്ട്. മുട്ടടിച്ച് നമ്മൾ നനയ്ക്കുക. വെള്ളത്തിന് വിഷമമൊന്നുമില്ല ഇവിടെ. ഈ ജാതി കൃഷിയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളം വെള്ളം വേണമല്ലോ. ഇത് ഏലമല്ല നട്ടേക്കുന്നേ? ഏലം നട്ടുപിടിപ്പിച്ചേക്കും അല്ലെ? പുതിയതായിട്ട് പ്ലാന്റ് ചെയ്ത ഏലത്തിന് നല്ല വിലയില്ലേ? ഏലത്തിന് ഇപ്പൊ നല്ല വിലയുണ്ട്. ഏലത്തിന് ഇപ്പൊ നല്ല കായ്ക്ക് 3000-ന് മേളിൽ വിലയായി.
ഇതിനിടയ്ക്കോടെ എല്ലാം ഏലവും കൃഷി ചെയ്തിരിക്കും. ഏലത്തിന് ചോല പ്രശ്നമുണ്ടോ? ഏലത്തിന് ഏലത്തിന് ചോല വേണം. വേണം, അത്യാവശ്യം ഒത്തിരി ആയി കഴിഞ്ഞാലും പ്രശ്നമാണ്. ഇവിടെ ഇപ്പം ഏലം ചെയ്യുന്നതിനും പ്രശ്നമില്ല. നമ്മള് താഴോട്ട് ഏലം വെച്ചത്. ഇങ്ങനെ ഒരു തൈക്ക് എത്ര രൂപ കൊടുത്താണ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്? ഇതിപ്പോ ഭയങ്കര വിലയായി, 120 രൂപ വിലയായി. ആ ഒരു തൈക്ക് കഴിഞ്ഞ മാസം പിടിച്ചാ ചിമ്പടിച്ച് വരുന്നുള്ളൂ. അതിനകത്ത് കൊക്കോയും നട്ടിട്ടുണ്ട് അല്ലേ? കൊക്കോ അണ്ണാശല്യം വല്ലതും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഇവിടെ കുഴപ്പമില്ല. ഇല്ല, അത്യാവശ്യം വിളവ് കിട്ടുന്നുണ്ട് അല്ലേ? മുഴുത്ത ഇത് നമ്മളിവിടെ പൊട്ടിച്ചതിന് കൊടുക്കുവാണോ? ഇവിടെ പൊട്ടിച്ച് നമ്മൾ ഉണങ്ങി കൊടുക്കും അല്ലേ? ഇത് പഴുപ്പായതാ. ഈ നിലത്ത് ചാടി കിടക്കുന്ന എന്ത് പഴം ഇത്? ഇത് മക്കോട്ടാദേവ്. ഇതാണ് മക്കോട്ടാദേവ്. അപ്പൊ ഇത് എന്താ പിന്നെ കളഞ്ഞതാണോ അല്ലെങ്കിൽ പറക്കി എടുക്കാത്തതാണോ? അത് നമ്മള് സമയം കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഓരോ പരിപാടിക്ക് പോണോണ്ട് പറക്കി എടുക്കാൻ സമയം കിട്ടിയില്ല. ഇതാ മക്കോട്ടാദേവയുടെ ചെടി അല്ലേ? ഇത് നിറച്ച് കായ്ക്കുന്നുണ്ട്. ഇത് പറിച്ചില്ലെങ്കിൽ പൊഴിഞ്ഞു പോകും അല്ലേ? ഓടി എത്തിയല്ല. ഇതിനിടയ്ക്ക് പച്ചക്കറി ഉണ്ട്, അതായത് പാവല്. പാവലൊക്കെ നിലത്താ കാഴ്ച കിടക്കുന്നത്. ഇതാണ് നമ്മുടെ ഏലത്തോട്ടം അല്ലേ? ഇത് എത്ര വർഷമായതാ ഇത്? ഇത് 3 വർഷമായി. 3 വർഷമായുള്ളൂ. ഏലം കൃഷി ചെയ്യുന്നതിന് മുമ്പ് എന്തായിരുന്നു ഇവിടെ? ഇവിടെ കാപ്പിത്തോട്ടമായിരുന്നു. കാപ്പിത്തോട്ടമായിരുന്നു അല്ലേ? കാപ്പിയായിരുന്നു പണ്ട് മൊത്തം. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ നമ്മുടെ ഏലത്തിലേക്ക് തിരിഞ്ഞത്. ഇപ്പൊ ഏലകൃഷി ഇവിടെ വിജയിക്കും എന്നുള്ളത് മനസ്സിലായി. പറ്റുള്ളൂ. ഇതെന്താ ഇനമാ ചെയ്തിരിക്കുന്നത്? ഇത് നർലാനി. ഏത് സമയത്താണ് ഇതിന്റെ വിളവെടുപ്പ്? ഏലത്തിന്റെ ഒരു പ്രത്യേകത വെച്ചാല് വർഷം മൊത്തം നമുക്ക് വിളവ് കിട്ടുവാണ്. കാരണം വെച്ചാൽ ഇതിനിപ്പം ഇപ്പൊ എടുത്തു, പിന്നെ ഒരു 2-3 മാസം കഴിയുമ്പോൾ വീണ്ടും എടുക്കുന്നു, കഴിഞ്ഞ 3 മാസം കഴിയുമ്പോൾ വീണ്ടും എടുക്കുന്നു. ഏകദേശം വിളവില്ലാതെ വരുന്നത് ഒരു 3 മാസ കാലയളവേ ഉള്ളൂ. നമുക്കൊരു 40-45 ദിവസത്തിനുള്ളിൽ വിളവെടുക്കാം. ഇതെങ്ങനെയാ നമ്മള് തന്നെ വിളവെടുക്കുകയാണോ അല്ലെങ്കിൽ തൊഴിലാളികളെ കൊണ്ട് എടുപ്പിക്കണോ? തൊഴിലാളികളാണ് എടുക്കുന്നത് അല്ലേ? നമ്മൾ തന്നെയല്ല. ഇത് പ്രത്യേകം അറിയണം അല്ലെ? ഇത് മൂത്തതെന്നൊക്കെ. മൂത്തതിന്റെ ഏറ്റവും അടിയിലെ കായ എടുക്കുന്നത്. ഇതെങ്ങനെയാ മൂത്തതെന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്? ഇപ്പൊ എടുത്തു പോയതാ, 2 ദിവസമായല്ലോ എടുത്തിട്ട് 2 ദിവസമായല്ലോ. ഇപ്പൊ ഇത് ഇനിയിപ്പം ഒരു 45 ദിവസം 50 ദിവസം കഴിഞ്ഞാൽ എടുക്കാം. അങ്ങനെ എടുക്കത്തുള്ളൂ. അല്ലാണ്ട് നമുക്കൊരു 3 ദിവസമായല്ലോ എടുത്തിട്ട്. ഏറ്റവും അടിക്കായ എടുക്കുന്നത്. അടിക്കായ 2-3 വെച്ചെടുക്കാം. 3 വെച്ച് അങ്ങനെ പറിച്ചെടുക്കുന്നത്. 3 കാവര എടുക്കാം. അപ്പൊ ഇതിന്റെ വിളവെടുപ്പ് ഒരു ദുഷ്കരമായ പണിയല്ലേ? ഇപ്പൊ നമ്മൾ അടുത്ത ദിവസം എടുത്തതായോണ്ടാ. ഇപ്പൊ കായ കുറവല്ലേ? ഇതിലിപ്പോ 7 കായൊക്കെ വരും ഒരു ഞെടുപ്പേല്. ഇതിപ്പോ 4 കായുണ്ട് അല്ലെ? 4-5 കായുണ്ട്. ഇനിയിപ്പോ അടുത്ത തവണ ഇതിൽ കായാവും. അങ്ങനെ നീണ്ടു പൂവിട്ട്. ഇതാണ് അതിന്റെ പൂവ് അല്ലെ? പൂവ് വരുന്നുണ്ട്. ഇതിന്റെ തൈ നമ്മള് പറിച്ചെടുക്കുന്നത് ഇതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞിട്ടാണോ? ഇത് വിളവെടുപ്പ് കഴിഞ്ഞാ തൈ പറിക്കുന്നത്. തൈ എടുക്കത്തില്ല. അപ്പൊ നിൽക്കൂലേ? നിൽക്കുന്നോണ്ട് പിന്നെ ചിമ്പ് എടുക്കാവുന്ന ഇതുപോലത്തെ ചിമ്പ് എടുക്കാം. ഇതുണ്ടോ? അങ്ങനെ അത് കിളച്ച് പറിച്ചെടുക്കാം. കണ്ടിച്ചെടുക്കുക. നമ്മളിത് ഓരോ വർഷം മണ്ണ് വെട്ടി കൂട്ടുവോ? ഓരോ വർഷം മണ്ണിടും. ഇവിടുന്ന് തന്നെ വെട്ടി കൂട്ടുക. മണ്ണിട്ട് വളമിട്ട്. ഇപ്പൊ നമ്മള് ആട്ടുഞാണം ഇട്ടേക്കും. അതുകൊണ്ടോ? ആട്ടുഞാണം മാറിയിട്ടേക്കും. പിന്നെ pH ക്രമീകരിക്കാനുള്ള കുമ്മായി ഇട്ടിട്ടുണ്ട്. ഏലം കൃഷി ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം നട്ട് കഴിഞ്ഞിട്ട് എത്ര നാൾ കഴിഞ്ഞാ വളം ചെയ്യണ്ടേ? വളം ചെയ്ത് നമ്മളത് ചിമ്പടിക്കും. ചെറിയ ചിമ്പ് വരും. ചിമ്പ് ഇതുണ്ടോ? ചെറിയ പൊട്ടറായിട്ട് വരും. അന്നേരം ചെറുതായിട്ട് വളം ഇട്ട് കൊടുക്കുക. അന്നേരം നമ്മൾ എന്ത് വളം? രാസവളമാണോ കൊടുക്കുന്നത്? രാസവളം കൊടുക്കുക. പൊട്ടാഷ് കൂടിയതാണോ കായ്ക്കുന്ന സമയത്ത് അല്ലെ? പൊട്ടാഷ് കൂടിയത് അതൊരു 3 കൂട്ടം വളം. അത് പൊട്ടാഷും യൂറിയയും ഇതും കൂടെ കൂടി ഇട്ട് കൊടുക്കും. ജൈവവളം നമ്മൾ എന്താ കൊടുക്കുന്നത്? ജൈവവളം നമുക്ക് അതിപ്പോ പുതിയതായിട്ട് വളം വന്നിട്ടുണ്ട്. ഒരു മഞ്ഞപ്പൊടി ഉണ്ട്. മഞ്ഞപ്പൊടി 8 കൂട്ടം കൂട്ടി വളമാണ്. അത് ഇട്ട് കൊടുത്താൽ മതി. നമ്മള് വാങ്ങിക്കുന്നത് അല്ലെ? അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വെട്ടിക്കൂട്ടുന്ന സമയത്താ? വെട്ടിക്കൂട്ടുന്ന നമ്മള് മഴ പിടിക്കുന്നതിനപ്പുറം ഇത് പണിയെല്ലാം തീർക്കും. മഴ പിടിക്കുന്നത് മഴയത്ത് ഇട്ട് കഴിഞ്ഞാൽ ചീച്ചിൽ വരും. ഈ മണ്ണ് വേര് അല്ലെ? വേര് ഇളകി അകലേന്ന് മണ്ണ് വേര് പൊട്ടാതെ ഇട്ട് കൊടുക്കും. ഇതിനെന്തെങ്കിലും മരുന്ന് പ്രയോഗങ്ങൾ ചെയ്യാറുണ്ടോ? മരുന്ന് നമ്മൾ ചെയ്യാറുണ്ട്. മരുന്ന് നമ്മളിപ്പോ അത്യാവശ്യം എക്കാലസും മറ്റേ ബാക്കിയുള്ള മരുന്നുകളാണ് അടിക്കുന്നത്. എക്കാലസ് ഏറ്റവും നല്ലത്. പൂ പിടിക്കാനും ഈ തണ്ടുവരപ്പിനും. തണ്ടുതുരപ്പന്റെ ശല്യം ഉണ്ടല്ലേ? ഇതിനൊന്നും തണ്ടുവരപ്പിനില്ല. ഇല്ല. മരുന്ന് നമ്മൾ യഥാവധി ചെയ്യണം. ചെയ്തില്ലെങ്കിൽ ഈ കേടുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. മഴ കുറവിന്റെ ഇങ്ങനെ
മഴ വേണം നമുക്ക് ഇതിന്, മഴ വേണം. മഴ വേണം. ഇല്ലല്ലോ, മഴയില്ലെങ്കിൽ നമുക്ക് ഇത് പ്രശ്നമാണ് അല്ലേ? അപ്പം വേനലിനെ അതിജീവിക്കാൻ പാടാ. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നനച്ചു കൊടുക്കും. അന്നേരം വേനലിന് നമ്മള് നനച്ചു കൊടുക്കും. നനയ്ക്കല്ല, നമ്മൾ നനച്ചിട്ടില്ല, തോട്ടം നനച്ചിട്ടില്ല. നനച്ചിട്ടില്ല, തോട്ടം നനയ്ക്കാറില്ല. നനയ്ക്കാറില്ല. ഇവിടെ വെയിലേറടി കുറവാണ്. ഓ, വെയില് പൊള്ളല് കുറയും അല്ലേ? നമുക്ക് കിഴക്കോട്ട് ദർശനമുള്ളിടത്ത് വെച്ചാലും വെച്ച് കഴിഞ്ഞാൽ വെയിലടി കുറവായിരിക്കും. കാരണം സൂര്യൻ രാവിലെ ഉദിച്ചു വരുമ്പോ തന്നെ അങ്ങ് മാറിപ്പോകും. പിന്നെ വെയിലടി ഏൽക്കാറില്ല. വെള്ളം അടിച്ചാലെന്ന് പറഞ്ഞാല്, വെള്ളം അടിച്ചു കഴിഞ്ഞാല് ഇത് മഴ പിടിക്കുമ്പോഴത്തേനും ചീച്ചിൽ വരും. ഇത് വേനൽ പോകുമ്പോഴത്തേനും മഴ വരില്ല, എന്നതിനും ചീച്ചിലും വരും. അതായത് ഏലത്തോട്ടം കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഒന്നെങ്കിൽ കിഴക്കോട്ട് ദർശനമുള്ള, അല്ലെങ്കിൽ കിഴക്ക് ചായവ് വടക്ക് ചായവ് ഉള്ളിടത്ത് അല്ലെ. തെക്കൻ ചായവ് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല, കാരണം വെയിലടി കൂടും. പടിഞ്ഞാറൊക്കെ വെയിൽ കുറവാ. അങ്ങനെയുള്ള സ്ഥലങ്ങൾ. അതുപോലെ തന്നെ ഇതുപോലെ എരമ്പും വേണം. എരമ്പ് ഒത്തിരി എരമ്പ് വേണ്ട, നമുക്ക് കുറച്ച് എരമ്പ് വേണമെന്നേ ഉള്ളൂ. അതെ, പലരും ചില എരമ്പെല്ലാം വെട്ടിക്കളഞ്ഞ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കും. അപ്പൊ നേരത്തെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ മരങ്ങളൊക്കെ തോട്ടങ്ങളായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാം കുറച്ചു, എരമ്പ് കുറച്ചാണ് ഇപ്പൊ ചെയ്യുന്നത് എല്ലാവരും. ഇത് ഏതിനം കാപ്പി? ഇത് നാടൻ കാപ്പിയാണ്. നാടൻ കാപ്പി അല്ലേ? ഈ കാപ്പി വെട്ടിയിട്ടാണ് നമ്മൾ ഏലകൃഷി ചെയ്തത് അല്ലേ? കാരണം ഇവിടെ മൊത്തം നമുക്ക് കാപ്പിയായിരുന്നു. ഇപ്പൊ പറമ്പിൽ മൊത്തം തന്നെ കാപ്പിയായിരുന്നു. കാലത്ത് കാപ്പിയും കുരുമുളകും ആയിരുന്നു മെയിൻ ആദായം. കുരുമുളക് കേട് വന്നിട്ടാണോ കേടുവന്ന് പോയത്? കവുങ്ങും കേട് വന്നോ? കവുങ്ങും കേടുവന്ന് പോയത്. അത് കഴിഞ്ഞ് നമ്മളെ ഏലത്തിലേക്ക് തിരിഞ്ഞു. കാപ്പിക്ക് ഇപ്പൊ അത്യാവശ്യം വിലയുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കാപ്പിക്ക് നല്ല വിലയായി. 200 രൂപ വെള്ളം. ഇത് കവാത്തൊക്കെ ചെയ്യോ കാപ്പി? മണ്ടടിച്ചു വിടും. ഇത് നമ്മുടെ കൊടപ്പന അല്ലേ? ഈ കൊടപ്പനയൊക്കെ ഇപ്പൊ നിർത്തിയിരിക്കുന്നത് നമുക്ക് 2 ഉണ്ട്. ആണ്. ആളുകൾ വരുന്നവരൊക്കെ ഒന്ന് കണ്ടോട്ടെ എന്ന് വെച്ചല്ലേ. വിദേശികളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ സംഭവം എന്നല്ലേ? പണ്ട് നമ്മുടെ വീടുകളൊക്കെ ഓല മേഞ്ഞല്ലേ? അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയത്തില്ലല്ലോ. ഇല്ല. ഇപ്പൊ നമുക്കെന്ന് വെച്ചാല് മെയിനായിട്ട് ഇത് കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പനയില് കള്ളി എത്തുന്നതിന് വേണ്ടിയിട്ട് മൂടാൻ വേണ്ടി അവർ മാത്രം കൊണ്ടുപോകുന്നുണ്ട്. ഈ ചെത്തുകാര് അല്ലെ? ചെത്തുകാര്. അല്ലാതെ ഇപ്പൊ പന ഉപയോഗം ഇല്ലല്ലോ. അപ്പൊ നമ്മളിവിടെ റംബുട്ടാനും കായ്ക്കും അല്ലെ? റംബുട്ടാനും നമുക്ക് ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കായ്ച്ചതാണ്. കാരണം വെച്ചാല് ഈ ഇലകൾ കാണത്തില്ലാത്ത രീതിയിലുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പൊഴിഞ്ഞു പോവാണ്. നമ്മൾ പ്രത്യേകിച്ച് വേറെ കീടനാശിനി കാര്യങ്ങളൊന്നും അടിക്കുന്നില്ലാത്തതിന്റെ പേരിൽ അതിങ്ങനെ പൊഴിഞ്ഞു പോണത്. ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ കുറെ പറിച്ചു എങ്കിലും നല്ല രീതിയിൽ അത്യാവശ്യമുണ്ട്. ഈ കടവാവിലൊക്കെ ഉള്ളതുകൊണ്ട് ഇത് ഒന്നും തരിയിലായിരിക്കും. ശല്യം നമുക്ക് അങ്ങനെ ഇല്ല, വരുന്നില്ല. അത് ശരി. നമുക്ക് ചില കൂടുതലും ഈ തത്തയൊക്കെ വന്ന് അതുപോലെ കിളികൾ അണ്ണാനൊക്കെ വന്ന് അങ്ങ് പറിച്ചു കളയുന്നു എന്നല്ലാതെ അത്രേ ഉള്ളൂ. കടവാവിന്റെ ശല്യം നമുക്ക് ഇങ്ങോട്ടില്ല. അപ്പൊ ഈ മൂന്നാറിലും റംബുട്ടാൻ ഉണ്ടാവും. രണ്ട് റൗണ്ട് അത് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട്. പിന്നെ താഴെ ചേട്ടന്റെ അടുത്തുണ്ട് റംബുട്ടാൻ, അവിടെ നല്ല രീതിയിൽ തന്നെ കായുണ്ട്. ഇത് എത്ര വർഷമായതാ ഇത്? ഇതിപ്പോ ഒരു 6 വർഷമായി. 6 വർഷമായി. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ച തൈയാണിത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.